ഹായ്, ഞാൻ ആതിര. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജോസഫ് സണ്ണി, ഓൾ ഇന്ത്യ ഓക്യുപേഷണൽ തെറപ്പി അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് സർ. വെൽക്കം സർ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓക്യുപേഷണൽ തെറപ്പി കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിസ്കഷനുമായിട്ടാണ്. സോ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സർ, ഓക്യുപേഷണൽ തെറപ്പി എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അറിയില്ല എന്താണ് ഈ ഒരു കോഴ്സ് എന്നുള്ളത്. അതേപോലെ തന്നെ പല മിസ്കൺസെപ്ഷൻസും ഉണ്ട്. അതായത് ഇത് ഫിസിയോതെറപ്പിയായിട്ട് സിമിലർ ആണ്, ഇത് സ്പെഷ്യൽ നീഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഉള്ള കുട്ടികൾക്കാണ്, ഇത് പല ആളുകളെയും ജോബ് ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ മിസ്കൺസെപ്ഷൻസ് നിൽക്കുന്നുണ്ട്. സോ നമുക്കിത് ഒരു സിംപ്ലർ ടേമിൽ എന്താണ് ഓക്യുപേഷണൽ തെറപ്പി, ഈ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്കാകാൻ പറ്റുക, ഇതൊന്ന് പറഞ്ഞു തരാമോ സർ? ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജോലി, അത് പല ഏജിലും ഡിഫറെൻ്റ് ആവും. ഇപ്പോൾ കുട്ടികളുടെ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനിച്ചു വരുന്ന ഒരു കുട്ടിയുടെ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുലപ്പാൽ കുടിക്കുക സ്വന്തമായത്. അപ്പോൾ അതിൽ ചില കുട്ടികൾ പ്രീ ടൈമായിട്ടുണ്ടാവും, നേരത്തെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഹൈ റിസ്ക് ബേബീസ്. അപ്പോൾ അവർക്ക് സ്വന്തമായി മുലപ്പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവരുടെ മസിൽസ്, പേശികളൊക്കെ വീക്കായിരിക്കും. അപ്പോൾ അതിൽ NICUവിൽ ഒക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് അവർക്ക് പൊസിഷനിങ് ചെയ്യുക, അവരുടെ റിഫ്ലെക്സസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള എക്സസൈസ് കൊടുക്കുക, അവരുടെ ഓരോ മോട്ടോർ സ്റ്റിമുലേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മസിൽസ്, അതിലുള്ള പേശികൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസ് കൊടുക്കുമ്പോൾ സ്വയമായി അവർക്ക് തന്നെ മുലപ്പാൽ കുടിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ അവരുടെ മൈൽ സ്റ്റോൺസ് അതിൽ ഡിലേ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടി നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കളിക്കുക, മറ്റു കുട്ടികളോട് ചേർന്ന് കളിക്കുക. 3 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ ഓടി നടന്ന് കളിച്ച് മറ്റു കുട്ടികളോടൊപ്പം ചേർന്ന് മീനിങ് ഫുള്ളായിട്ട് കളിക്കണം. അപ്പോൾ അതും അവരുടെ ഒക്യുപ്പേഷനാണ്. അത് നമ്മളൊരു 6 വയസ്സ് 7 വയസ്സ് നോക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഒക്യുപ്പേഷൻ മെയിൻലി നോക്കുമ്പോൾ അവരുടെ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്, അതായത് അവരുടെ ബ്രഷ് ചെയ്യുക, ഡ്രസ്സ് ഊരുക, ഡ്രസ്സ് ഇടുക, സ്കൂളിലാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് ഒരു സ്കൂൾ ഗോയിങ് കുട്ടിയുടെ ഒക്യുപ്പേഷൻ. ഇത് മുതിർന്നവർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരാൾക്കൊരു സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി വന്നു, അപ്പോൾ അവർക്ക് ഒരു സൈഡിൽ ചിലപ്പോൾ വീക്ക്നെസ് വരാം. അപ്പോൾ അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ബ്രഷ് ചെയ്യാൻ പറ്റത്തില്ല, ഡ്രസ്സ് ബട്ടൺ ചെയ്യാൻ പറ്റത്തില്ല, ഫുഡ് തന്നെ കഴിക്കാൻ പറ്റത്തില്ല, ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിലൊക്കെ ഒക്യുപ്പേഷൻ തെറപ്പിസ്റ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റേഷൻസ് കൊടുത്ത് അവരുടെ ഫങ്ഷണൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേഷനിൽ അവരെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക. അതാണ് ഒക്യുപ്പേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നേരെ വെച്ച് നമ്മളൊരു മെൻ്റൽ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡിപ്രഷനുള്ള പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ബൈപ്പോളർ ഡിസോർഡറുള്ള പേഷ്യൻസ്, അവരുടെ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ് സ്വന്തമായിട്ട് അവർ ചെയ്യാൻ താല്പര്യം കുറവായിരിക്കും, അല്ലെങ്കിൽ പഴയ ജോലിയിലേക്ക് അവർ പോകത്തില്ല. അപ്പോൾ അവരുടെ ഫങ്ഷണൽ കപ്പാസിറ്റി നമ്മൾ അളന്ന ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ പഴയ ജോലിയിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവരുടെ കഴിവെന്താണെന്ന് കണ്ടെത്തിയ ശേഷം അവരെ ഒരു മീനിങ് ഫുൾ ആയിട്ട് ഒക്യുപ്പേഷനിലേക്ക് അവരെ തിരഞ്ഞെടുത്ത് അവരെ മെയിൻ സ്ട്രീം ചെയ്യുക. ഇതാണ് ഒരു ഒക്യുപ്പേഷൻ തെറപ്പിസ്റ്റിൻ്റെ റോള്. അത് നമുക്ക് ന്യൂ ബോൺ ചൈൽഡ് മുതൽ എൽഡർലി ആളുകളിലും ഒക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. സർ, ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഒക്യുപ്പേഷണൽ തെറപ്പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്ക് മാത്രമാണോ, അതിപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ആൾ അവരുടെ ഡേ ടു ഡേ ഫംഗ്ഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അവർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഒക്യുപ്പേഷൻ അഫക്റ്റ് ചെയ്യുക, അത് ഒരു വ്യക്തിയുടെ ഡെയിലി ജോലി ചെയ്യുന്ന അതിപ്പോൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ഇപ്പോൾ അവരുടെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സീറ്റിംഗ് സിസ്റ്റം, അവരുടെ ചെയർ, ടേബിൾ ഇതെല്ലാം പ്രോപ്പർ അല്ലെങ്കിൽ, അവരുടെ എക്കണോമിക്സ് കറക്റ്റ് അല്ലെങ്കിൽ, അവരുടെ ഡെയിലി ഫങ്ഷൻസ്, അതായത് ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയും. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ബാക്ക് പെയിൻ വരും, അതുമൂലം അവർക്ക് അവരുടെ ഡെയിലി ആക്ടിവിറ്റി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒക്യുപ്പേഷൻ തെറപ്പിസ്റ്റിൻ്റെ റോൾ വരുന്നത് അവരുടെ ഫങ്ഷനെ എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് മോഡിഫൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് മൗസ് തുടർന്ന് ഉപയോഗിക്കുമ്പോൾ അവരുടെ റിസ്റ്റിന് വീക്ക്നെസ്, അവർക്ക് റിസ്റ്റിൽ പെയിൻ വരും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ മോഡിഫിക്കേഷൻസ്, അഡാപ്റ്റേഷൻസ് കൊടുത്തുകൊണ്ട് അവർക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. സാർ, ഇപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടാണ്, ഈ ഓക്യുപ്പേഷണൽ തെറപ്പി കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാം, അല്ലാതെ ഇതിനുള്ളൊരു പാത്വേ എന്താണ്, ഇന്ത്യയിലും പുറത്തും ഇത് പഠിക്കാനുള്ള പാത്വേ? ഒക്യുപ്പേഷൻ തെറപ്പി കോഴ്സ് നമുക്കിത് 4 വർഷവും 6 മാസമാണ്. പക്ഷേ ഇത് പുതിയ ഗൈഡ് ലൈൻ വരാൻ പോവാണ്. ഇപ്പോൾ 5 വർഷത്തേക്ക് കോഴ്സ് മാറാൻ പോവാണ്. അപ്പോൾ 4 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കോഴ്സിന് വേണ്ടത് +2 ബയോളജി നിർബന്ധമായിട്ട് വേണം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വേണം. പിന്നെ ഓഫ്കോഴ്സ് മാർക്കൊരു ഇത് തന്നെയാണ്, മെറിറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, പല പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും കോഴ്സ് നടത്തുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സോഷ്യൽ ജസ്റ്റിസിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ട്രിവാൻഡ്രത്തുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഇരിഞ്ഞാലക്കുട. ഈ 2 സ്ഥാപനങ്ങളിലാണ് ഗവൺമെൻറ്റിൻ്റെ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നത് LBS വഴി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്. 20 സീറ്റാണുള്ളത് ഇപ്പോൾ നിലവിലുള്ളത്. അത് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ആ കോഴ്സ് നടത്തുന്നത്.
പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. പക്ഷേ കേരളത്തിന് പുറത്താണ് കൂടുതൽ പ്രൈവറ്റ് ഉള്ളത്. ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമുക്ക് കൽക്കട്ടയിലുണ്ട്, അത് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ ഒറീസയിലുണ്ട്, ചെന്നൈയിലുണ്ട്. പ്രൈവറ്റും സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് ചൂസ് ചെയ്യേണ്ട സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആളുകൾക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം തീരത്തില്ല. അപ്പോൾ കോഴ്സ് നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ +2 ബയോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യാം. പല ആളുകൾ നമ്മൾ ബന്ധപ്പെടാറുണ്ട്. അവർ പറയുന്നത് ഡിപ്ലോമ കോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റ് പഠിച്ചിട്ട് പറയാം, അങ്ങനെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ BDS പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ MBBS പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സൈക്കോളജി MSc പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിനകത്ത് പാരലൽ എൻട്രി ആയിട്ട് കയറാൻ പറ്റുമോ, സെക്കൻഡ് ഇയറിലേക്ക് കയറാൻ പറ്റുമോ? അങ്ങനെ ഇപ്പോൾ നമുക്ക് നിലവിൽ അങ്ങനെ സംവിധാനം ഇല്ല. സാർ, അപ്പോൾ ഈ ഓക്യുപേഷണൽ തെറപ്പിയിൽ നമുക്ക് ഉപരിപഠനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടോ? അതായത് ഹയർ സ്റ്റഡീസ്, മാസ്റ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ടോ? ഓക്യുപേഷണൽ തെറപ്പിയിൽ ബാച്ചിലർ ഡിഗ്രി പഠിച്ച ശേഷം നമുക്ക് മാസ്റ്റർ ഡിഗ്രി ഉണ്ട്. അപ്പോൾ മാസ്റ്റർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ കോഴ്സാണ്. അതിൽ പീഡിയാട്രിക്സ് ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, ഓർത്തോപീഡിക്സ് ഉണ്ട്, അങ്ങനെ നമുക്ക് സൈക്കാട്രി ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം PhD ഉണ്ട്. പല യൂണിവേഴ്സിറ്റികളിലും PhD ഓഫർ ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം PhD ഉണ്ട്, പാർട്ട് ടൈം PhD ഉണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ PhD വിത്ത് സ്റ്റൈഫൻഡോട് കൂടി കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. സാർ, അതേപോലെ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഇന്ത്യയിൽ നമ്മൾ ഓക്യുപേഷൻ തെറപ്പി കോഴ്സ് പഠിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഇത് UGC അംഗീകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത് നോക്കേണ്ടത് IOTA, ഓൾ ഇന്ത്യ ഓക്യുപേഷൻ തെറപ്പി അസോസിയേഷൻ്റെ അക്രഡേഷൻ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ കൗൺസിൽ വന്നിട്ടുണ്ട്, അലൈഡ് ഹെൽത്ത് കൗൺസിൽ. അപ്പോൾ ആ കൗൺസിലിൻ്റെ അംഗീകാരം ഉടനെ തന്നെ വരും. ഇപ്പോൾ നമ്മൾ 2021 ആ കൗൺസിൽ നിലവിൽ വന്നത്. അത് ഇപ്പോൾ ഓരോ സ്റ്റേറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കൗൺസിലിൻ്റെ അംഗീകാരവും ആവശ്യമാണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. നിലവിലിപ്പോൾ നമുക്ക് UGCയുടെ അംഗീകാരം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ IOTAയുടെ അക്രഡേഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നീട് വരേണ്ടത് അലൈഡ് ഹെൽത്ത് കൗൺസിൽ. അലൈഡ് ഹെൽത്ത് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കോഴ്സിൽ നമുക്ക് അംഗീകാരം കിട്ടത്തുള്ളൂ. സാർ, അതേപോലെ ഈ ഓക്യുപേഷണൽ തെറപ്പി പഠിച്ചത് കൊണ്ടുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ മേഖലകളിൽ ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിന് വർക്ക് ചെയ്യാൻ കഴിയും? ഓക്യുപേഷൻ തെറപ്പി കോഴ്സ് ബാച്ചിലർ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോലി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ ആളുകൾ വർക്ക് ചെയ്യുന്നത് കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്, അതുപോലെ ഹോസ്പിറ്റലിൽ NICയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അതുപോലെ ന്യൂറോ ICയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ റീഹാബ് യൂണിറ്റ് സെപ്പറേറ്റ് ഉണ്ടാവും, അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. സ്പെഷ്യൽ സ്കൂളുകൾ, അതുപോലെ ഇപ്പോൾ റെഗുലർ സ്കൂളിലും ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ, സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഡി-അഡിക്ഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ DHSൻ്റെ കീഴിൽ, അതായത് ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. DMEയുടെ കീഴിൽ മെഡിക്കൽ കോളേജിൽ ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ. അതോടൊപ്പം തന്നെ മെൻ്റൽ ഹോസ്പിറ്റൽ, നമ്മുടെ ഗവൺമെൻറ് മെൻ്റൽ ഹോസ്പിറ്റൽ ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസിൻ്റെ കീഴിലുള്ള വിവിധ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റീജിയണൽ ഓട്ടിസം സെൻറ്ററിൽ, ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്യുപേഷൻ തെറപ്പിസ്റ്റ്. പ്രൈവറ്റ് മേഖലയിലാണ് കൂടുതലായിട്ട് ആളുകൾ വർക്ക് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ജോലി സാധ്യത നമുക്കുണ്ട്. പിന്നെ PSC എക്സാം എഴുതി കഴിഞ്ഞാൽ PSC വഴിയാണ് ഇത് ക്വാളിഫൈ ചെയ്യുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ UK, US, കാനഡ, ഓസ്ട്രേലിയ, അതുപോലെ UAEയിലാണെങ്കിൽ ദുബായ്, ഷാർജ, അബുദാബി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ധാരാളം ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് ജോബ് സാധ്യതയുണ്ട് ഇതിൽ നിലവിൽ. സാർ, ഇപ്പം നമ്മൾ ഗ്ലോബലി നോക്കുമ്പോൾ ഓക്യുപേഷണൽ തെറപ്പി ഈ കോഴ്സ് എത്രത്തോളം ഇവോൾവ് ചെയ്തിട്ടുള്ള, അതേപോലെ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റീനെ എത്രത്തോളം ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്? ഈ ഓക്യുപേഷൻ തെറപ്പി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ആയത് തന്നെ വേൾഡ് വാർ 2, 2ാം ലോകമഹാ യുദ്ധകാലത്തിന് ശേഷമാണ് ഈ ഓക്യുപേഷൻ തെറപ്പിയുടെ ഒരു പോപ്പുലാരിറ്റി വന്നത്. അന്ന് ആ യുദ്ധത്തിൽ പങ്കെടുത്ത സോൾജേഴ്സിന് പല ഇഞ്ചുറി ഉണ്ടായി, ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും അവർക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അവരെ മീനിങ് എൻഗേജ് ചെയ്യാൻ തുടങ്ങി അന്നത്തെ കാലത്തെ ഫിസിഷ്യൻസ്. അപ്പോൾ അതിലവർക്ക് കുറച്ച് റിസൾട്ട് കണ്ടു തുടങ്ങി. അങ്ങനെയാണ് ഈ ഓക്യുപേഷണൽ തെറപ്പി എന്നുള്ളൊരു ആശയം വന്നു തുടങ്ങിയത്. അപ്പോൾ പിന്നീട് ഡെവലപ്പ് കൺട്രീസിലാണ് ഇതിന് പ്രചാരം കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ US, UK, കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു ഇതിൻ്റെ കൂടുതൽ പ്രചാരം. കാരണം അവിടെ നമുക്ക് അവിടുത്തെ ഒരു കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90 വയസ്സായിട്ടുള്ള ഒരാളും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ പോലെ അല്ല, അവിടെ ഒരു ജോയിൻറ്റ് ഫാമിലി കൾച്ചർ ഇല്ല. അപ്പോൾ അവിടെ ഒരാൾക്കൊരു ഹിപ്പ് ഫ്രാക്ചർ വന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരൊരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അവിടെ ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് അവരുടെ ഹോം മോഡിഫിക്കേഷൻ, അവരുടെ ബാത്റൂം മോഡിഫിക്കേഷൻ ചെയ്യും, അവരുടെ വീട്ടിലേക്കുള്ള റാമ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത്, ആർക്കിടെക്ചറൽ ബാരിയേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നത് ഓക്യുപേഷൻ തെറപ്പിസ്റ്റാണ്. അപ്പോൾ അതുവഴി അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും അവർക്ക്. അവിടെ ആക്സസിബിലിറ്റി കുറച്ചുകൂടെ ബെറ്ററാണ് നമ്മുടെ കൺട്രിയെ കഴിയും.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇതിന് പ്രചാരം വന്നു തുടങ്ങിയിട്ട് ഒരു 20 to 30 years ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഈ കോഴ്സ് തുടങ്ങിയ സമയത്ത് ഇത് കമലാവി നിൻകർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കോഴ്സ് തുടങ്ങിയത്, ഒരു അമേരിക്കൻ ലേഡിയാണ്. അപ്പോൾ അന്ന് ഈ കോഴ്സ് തുടങ്ങിയപ്പോൾ ഡിപ്ലോമ കോഴ്സായിരുന്നു. പിന്നീട് അതൊരു 3 വർഷം കോഴ്സായിട്ട് മാറി. പിന്നെ ഇത് 4 വർഷം 6 മാസം കോഴ്സിലേക്ക് മാറി. പിന്നെ അത് മാസ്റ്റർ ഡിഗ്രി ആയി, അങ്ങനെ കയറി വന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഇതിനൊരു പ്രചാരം കൂടാനുള്ള കാരണം വെച്ചാൽ റീഹാബിലിറ്റേഷൻ്റെ സാധ്യതകൾ കൂടി. അപ്പോൾ തന്നെയല്ല ഇന്ത്യയിലും കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഇവിടെ മാറി, അതുപോലെ ഒത്തിരി ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിൻ്റെ നമ്പർ കൂടി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് ഓട്ടിസം പോലുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി, ഇങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിൻ്റെ ജോലി സാധ്യതയും അവരുടെ സേവനം കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒക്യുപ്പേഷൻ തെറപ്പിയുടെ പ്രൊഫഷൻ്റെ ശരിക്കും നല്ല രീതിയിലുള്ളൊരു അവയർനെസ്സും വന്നു തുടങ്ങി. മെഡിക്കൽ പ്രൊഫഷണൽസിനും അവയർനെസ് വന്നു തുടങ്ങി. സാധാരണ ജനങ്ങൾക്കും ഒക്യുപ്പേഷൻ തെറപ്പിയെ പറ്റി ഇപ്പോൾ ഒരു നല്ലൊരു അവയർനെസ് ഉണ്ട്. താങ്ക് യു സർ, നമുക്ക് ഇത്രയും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഓക്യുപ്പേഷണൽ തെറപ്പി കോഴ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നതിന്. നമുക്ക് ഈ ഓക്യുപ്പേഷണൽ തെറപ്പി കോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കോളേജസിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും ക്വയറീസും എല്ലാം കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. താങ്ക് യു.